ദയ വേഗം റൂമിലേക്ക് ചെന്നു. അവിടെ അപ്പുവേട്ടൻ ഉറക്കം പിടിച്ചിട്ടുണ്ട്. ദയ പതിയെ അവന്റെ അടുത്തോട്ട് നടന്നു. അപ്പുവേട്ടാ. ദയ അപ്പുവിനെ തട്ടി വിളിച്ചു. അപ്പുവേട്ടാ. ആ വിളി എഴുന്നേൽക്കാത്തത് കൊണ്ട് ഒന്നുകൂടെ വിളിച്ചു ദയ. ആ വിളി അപ്പു കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി. മുന്നിൽ നിൽക്കുന്ന ദയെ കണ്ട് അപ്പു ഒന്ന് ചിരിച്ചിട്ട് പതിയെ എഴുന്നേക്കാൻ നോക്കി. അവൻ എഴുന്നേക്കാൻ നോക്കിയതും ദയ ഒരു കൈകൊണ്ട് അവനെ സഹായിച്ചു. ചായ. അപ്പു നേരെ ഇരുന്നതും ദയ ചായക്കപ്പ് അവന് നേരെ നീട്ടി. അപ്പു ചെറുചിരിയോടെ അത് വാങ്ങി. അപ്പച്ചിമാര് വന്നിട്ടുണ്ട്. ദയ അപ്പുവിനെ നോക്കി പറഞ്ഞിട്ട് തുമ്പിമോളുടെ ഡ്രസ്സ് കഴുകി ഉണക്കിയത് ചേറി കിടന്നത് മടക്കാൻ തുടങ്ങി. ആരുടെ അപ്പച്ചി? അപ്പു ഒരു സിപ്പ് കുടിച്ചിട്ട് ചോദ്യഭാവത്തിൽ ദയെ നോക്കി. തറവാട്ടിൽ നിന്ന് സരസ്വതി അപ്പച്ചിയും സരോജിനി അപ്പച്ചിയും. തുണി മടക്കുന്നതിനിടെ ദയ അപ്പുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പച്ചിമാരുടെ പേര് കേട്ടതും അപ്പു ഒന്ന് ഞെട്ടി. പിന്നെ ദയെ ഒളി കണ്ണാലൊന്ന് നോക്കി. ആളുടെ മുഖം കണ്ടാൽ അറിയാം നല്ല ടെൻഷനുണ്ടെന്ന്. അപ്പച്ചിമാര് വന്നത് അപ്പച്ചിമാര് മാത്രമേ ഉള്ളോ അതോ വേറെ ആരെങ്കിലും കൂടെയുണ്ടോ? ഒട്ടൊരു നിമിഷത്തിന് ശേഷം അപ്പു ദയെ നോക്കി ചോദിച്ചു. അത് കേട്ടതും ദയ നിന്ന് പരുങ്ങാൻ തുടങ്ങി. അപ്പച്ചിമാരെ കണ്ടപ്പോഴേ താൻ അകത്തേക്ക് വലിഞ്ഞതാണ്. അപ്പച്ചിമാരെ ഒറ്റയ്ക്കാണോ അതോ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടോ എന്ന് പോലും താൻ നോക്കിയില്ല. അവിടുന്ന് രക്ഷപ്പെടുന്നത് പോലെ താൻ അകത്തേക്ക് ഓടി വന്നത്. അതെ, അവരൊറ്റയ്ക്കാണോ വന്നതെന്ന്. അപ്പുവിന്റെ ശ്വാസം ദയയുടെ മുഖത്ത് തട്ടിയപ്പോഴാണ് ദയ ചിന്തകളിൽ നിന്ന് ഉണർന്നത്. തൊട്ടടുത്ത് അപ്പുവിനെ കണ്ടപ്പോൾ ആദ്യം ഒന്ന് ഞെട്ടി ദയ. പിന്നെ കട്ടിലിരുന്ന ആള് തന്റെ അടുത്ത് എപ്പോ എത്തിയെന്നായി അവളുടെ ചിന്ത. എന്താണ് ഒരു ആലോചനയൊക്കെ? അപ്പച്ചിമാര് വന്നപ്പോ പേടിച്ചു. അപ്പു താടിയിൽ പിടിച്ചോണ്ട് ദയോട് ചോദിച്ചു. അല്ല, ഞാൻ വെറുതെ. ആദ്യം ആണെന്നും പിന്നെ അല്ലെന്നും ദയ പറഞ്ഞപ്പോൾ അപ്പു അവളെ നോക്കി നല്ലതുപോലെ ചിരിച്ചു. അവന്റെ ചിരി കണ്ടപ്പോൾ ദയ മുഖം വീർപ്പിച്ചു വെച്ചു. ഈ മുഖം ഇങ്ങനെ വീർപ്പിച്ച് എനിക്ക് വേണ്ടാത്തതൊക്കെ തോന്നും കേട്ടോ. ഒന്നാതെ എന്റെ കൈയും തലയും ഒന്നും വയ്യ. എന്നെ കൊണ്ട് റിസ്ക് എടുപ്പിക്കരുത് കേട്ടോ. അപ്പു ദയെ നോക്കി ഒരു കള്ളച്ചിരിയോടെ താടി ഒഴിഞ്ഞോണ്ട് പറഞ്ഞു. അത് കേട്ടത് ദയ ഷോക്ക് ഇട്ടതുപോലെ വായം തുറന്ന് അപ്പുവിനെ നോക്കി. വാ അടച്ചു വെക്കി പെണ്ണെ, ഈച്ച കയറിപ്പോ. അപ്പു ദയയുടെ ചുണ്ട് രണ്ടും പിടിച്ച് അടുപ്പിച്ചോണ്ട് പറഞ്ഞു. ദയ ഒന്ന് ഞെട്ടി അപ്പുവിന്റെ മുഖത്തേക്ക് നോക്കി. അപ്പുവേട്ടന്റെ കണ്ണും തന്റെ മുഖത്താണ്. ആ കണ്ണുകൾ എന്തോ തന്നോട് പറയും പോലെ. തന്നോടുള്ള സ്നേഹവും കരുതലും ആ കണ്ണുകളിൽ കാണുന്നുണ്ട്. ദയ അപ്പുവിന്റെ കണ്ണുകളിലേക്ക് ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി. ആ കണ്ണിൽ തന്നോടുള്ള പ്രണയമുണ്ടോ എന്നറിയാം. ആ കണ്ണുകളിലും തന്നോടുള്ള സ്നേഹവും പ്രണയവും എല്ലാം അലതല്ലുന്നുണ്ട്. അവനും അവളുടെ കണ്ണുകളിൽ തന്നെ നോക്കി. അതെ, തന്നോടുള്ള ബഹുമാനവും സ്നേഹവും കരുതലും പ്രണയവും എല്ലാം അലയടിക്കുന്നുണ്ട്. ആ കണ്ണുകൾ ഈ നിമിഷവും അത് വിളിച്ചോതുന്നുണ്ട്. അപ്പു ഒരു കൈകൊണ്ട് ദയയുടെ കവളി പിടിച്ചു. ദയ കണ്ണുകൾ ചിമ്മിക്കൊണ്ട് അപ്പുവിനെ നോക്കി. ഇപ്പോ ആ മുഖത്തെ ഭാവം എന്താണെന്ന് ദയക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇതുവരെ കാണാത്തൊരു ഭാവം. ആ മുഖം തന്നോട് അടുത്തു വരുന്നത് ദയ അറിയുന്നുണ്ടായിരുന്നു. അവളിൽ ആകെ ഒരു വിറയൽ പടർന്നു കയറി. അപ്പു ദയയുടെ കണ്ണുകളിൽ നിന്ന് നോട്ടം മാറ്റി. അവളുടെ വിറപ്പുണ്ട് ചുണ്ടുകളിലേക്കായി അവന്റെ നോട്ടം. ഒരു നിമിഷം അപ്പു ചുറ്റുമുള്ളതെല്ലാം മറന്നിരുന്നു. താൻ ഹോസ്പിറ്റലിൽ ആ ICUവിൽ കിടന്നപ്പോൾ താൻ എന്തുമാത്രം ഇതിൽ നിൽക്കുന്നവളെ കാണാൻ ആഗ്രഹിച്ചു. കാണാതിരിക്കുന്ന സമയത്തെല്ലാം നെഞ്ചിലൊരു ഭാരമായിരുന്നു. ഇത്രമേൽ തന്നിൽ വേരൂന്നിയോ ദയ? അതെ, അവളുടെ സ്നേഹം കൊണ്ട് തന്നെ മാറ്റിയെടുത്തു. തന്റെയും തുമ്പിമോളുടെ ഭാഗ്യമാണ് ഞങ്ങളുടെ ദയാമ്മ. അപ്പുവിന്റെ മുഖം ദയയുടെ മുഖത്തേക്ക് അടുത്തു വന്നു. അവന്റെ ശ്വാസം തന്റെ മുഖത്ത് തട്ടിയതും ദയയുടെ കണ്ണുകൾ പതിയെ അടങ്ങി. അപ്പു അവളുടെ അടഞ്ഞ കണ്ണുകളിൽ ഒന്ന് നോക്കിയിട്ട് അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിൽ ചേർത്തതും മോനെ എന്നൊരു വിളി കേട്ടതും വാതിൽ തള്ളി തുറന്നതും ഒരുമിച്ചായിരുന്നു. അപ്പുവും ദയയും ഒരുപോലെ ഞെട്ടി. പെട്ടെന്ന് അപ്പച്ചിമാരുടെ സൗണ്ട് കേട്ടതും ദയ അപ്പുവിൽ നിന്നും അകന്നു മാറിയിരുന്നു. മോനെ, ഇതെന്താടാ ഇതൊക്കെ? എന്നാലും എന്റെ കുട്ടിക്ക് ഇങ്ങനെയൊക്കെ വന്നല്ലോ. അപ്പച്ചിമാരില്ലാത്ത കള്ളക്കണ്ണീരുമായി അപ്പുവിന്റെ കയ്യിലും തലയിലും ഒക്കെ തൊട്ടു നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് കണ്ട് ഒരു ചുണ്ടിലൂറിയ ചിരിയുമായി ദയ അപ്പച്ചിമാരെ നോക്കി നിന്നു. അത്രയ്ക്കൊന്നുമില്ല അപ്പച്ചി, ഇത്രയല്ലേ പറ്റിയുള്ളൂ. അപ്പു ചെറിയൊരു ചിരിയോടെ അവരോട് പറഞ്ഞു. ഇതാണോ ചെറുത്? കൃഷ്ണൻ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ കാര്യം അറിയുന്നത്. ഓരോ കഷ്ടകാലങ്ങളെ ഓരോന്നൊക്കെ വന്നു കയറിയ അങ്ങനെയാ മോനെ കുടുംബം മുടിയും. സരസ്വതി അപ്പച്ചി മേശയിച്ചാരി നിൽക്കുന്ന ദയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പച്ചിമാര് പറയുന്നത് കേട്ടതും ദയയുടെ മുഖത്ത് സങ്കടം വന്ന് നിറഞ്ഞു. അപ്പു അവരുടെ വർത്തമാനം കേട്ടതും അവരെ രണ്ടുപേരെ തുറിച്ചൊന്നു നോക്കി. വേറൊന്നും കൊണ്ടല്ല അപ്പുമോനെ ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞത്. ലയമോൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ കല്യാണം കഴിച്ചത് ഇഷ്ടമാകാത്തത് കൊണ്ടായിരിക്കും. ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ അത് ചേച്ചി പറഞ്ഞു വന്നപ്പോ അങ്ങനെ ആയിപ്പോയതാ. അപ്പുവിന്റെ നോട്ടം പന്തിയല്ലെന്ന് കണ്ട സരോജിനി ചേച്ചീനെ ഒന്ന് നോക്കിയിട്ട് അപ്പുവിനെ സമാധാനിപ്പിക്കുമ്പോൾ പറഞ്ഞു. സരോജിനി അപ്പച്ചി അത് പറഞ്ഞപ്പോൾ ദയയുടെ മനസ്സ് പിടഞ്ഞു. ഇനി അപ്പച്ചി പറയുന്നത് ശരിയാണോ? താൻ അപ്പുവേട്ടനെ വിവാഹം കഴിച്ചത് ചേച്ചിക്ക് ഇഷ്ടമായി കാണില്ലേ? അതാണോ ഇവിടത്തെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം? അങ്ങനെയൊക്കെ ദയയുടെ മനസ്സിലൂടെ അതിനിടയിൽ കടന്നുപോയി.
അപ്പു ദയെ തന്നെ നോക്കി നിന്നത് കൊണ്ട് അവളുടെ ഓരോ മുഖഭാവവും കണ്ടപ്പോഴേ അവൾ ചിന്തിക്കുന്നത് എന്താണെന്ന് അവന് മനസ്സിലായി. ആ, അപ്പച്ചിമാര് മാത്രമേ വന്നുള്ളൂ, വേറെ ആരും വന്നില്ലേ? അനിയത്തിയും ചേട്ടത്തെയും എന്തൊക്കെയോ സംസാരിച്ചു നിന്നതുകൊണ്ട് പെട്ടെന്ന് അപ്പുവിനെ മുറുകിയ സ്വരം കേട്ടപ്പോൾ രണ്ടുപേരും ഒന്ന് ഞെട്ടി അപ്പുവിനെ നോക്കി. അപ്പോഴേക്കും ദയ അപ്പു കുടിച്ച ചായക്കപ്പും കയ്യിലെടുത്തോണ്ട് അപ്പച്ചിമാരെ ഒന്ന് നോക്കിയിട്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ദയ പോകുന്നത് അപ്പച്ചിമാരും അപ്പുവും നോക്കി നിന്നു. ദയ പോയി കഴിഞ്ഞതും അപ്പു രണ്ടപ്പച്ചിമാരെയും തുറച്ചു നോക്കി. അതിന് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ മോനെ, സരോജിനി അപ്പച്ചി നിഷ്കു ചമഞ്ഞു പറഞ്ഞു. നിങ്ങളൊന്നും പറഞ്ഞില്ലേ? ഇവിടെ ബാക്കിയുള്ളവരുടെ സമാധാനങ്ങളെയും വന്നതാണോ? അപ്പു ഉറങ്ങിക്കിടക്കുന്ന തുമ്പിമോളെ ഒന്ന് നോക്കിയിട്ട് പരമാവധി ശബ്ദം താഴ്ത്തി എന്ന കടുത്ത സ്വരത്തോടെ തന്നെ ചോദിച്ചു. ഞങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണെന്നാ നീ പറയുന്നത്? സരസ്വതി അപ്പച്ചി അപ്പുവിനെ നേരെ ചീറിക്കൊണ്ട് ചോദിച്ചു. എന്റെ ആങ്ങളയുടെ മോനില് വയ്യാതെ കിടന്നപ്പോൾ വന്നെന്ന് കാണാന്ന് കരുതിയപ്പോൾ അവൻ പറയുന്നത് കേട്ടോ സരോജിനി നീ? സരസ്വതി അപ്പച്ചി കള്ളക്കണ്ണീരോടെ അനിയത്തിയോട് ചോദിച്ചു. ആ, അതിന് അവന് നമ്മളൊന്നും കണ്ണിന് പിടിക്കില്ലല്ലോ ചേച്ചി, നമ്മൾ അവൻ ആരുമല്ലല്ലോ ചേച്ചി. സരോജിനി അപ്പച്ചി ചെറുതായി മൂക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൂന് അവരുടെ സംസാരം കേട്ടതും പെരുത്ത് കയറുന്നുണ്ട്. ഇനി താൻ ഇവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞു പോകൂ എന്ന് കരുതി അപ്പു രണ്ടുപേരെ ഒന്ന് തുറച്ചു നോക്കിയിട്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങി. വാ ചേച്ചി, ആ ചെറുക്കനും ആ പെണ്ണും അമ്മയുടെ അടുത്ത് എന്താ പോയി പറയുന്നെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വരണ്ട എന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ വന്നതാ. നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നറിഞ്ഞ് അമ്മയുടെ കയ്യിലെ ചൂട് നമ്മൾ അറിയും. സരോജിനി ചേച്ചിയുടെ കൈ പിടിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു. ദയ താഴേക്ക് ഇറങ്ങുമ്പോഴും അവളുടെ മനസ്സിൽ അപ്പച്ചിമാര് പറഞ്ഞ കാര്യമായിരുന്നു. ചേച്ചിയും അപ്പൂട്ടനും ഈ വീട്ടിലല്ലേ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നത്? അവരുടെ ഇണക്കങ്ങളും പിണക്കങ്ങളും പ്രണയവും ഈ വീട്ടിലെ ചുവരുകൾ പോലും സാക്ഷ്യം വഹിച്ചു കാണില്ലേ? ഇപ്പൊ അപ്പൂട്ടൻ എന്നോട് കാണിക്കുന്ന സ്നേഹം അത് ചേച്ചിയെ വേദനപ്പെടുത്തിയോ? അതാണോ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു പോകുന്നത്? ദയ താഴേക്ക് ഇറങ്ങി വരുന്നതിനിടയിൽ അവളുടെ മനസ്സിൽ അതായിരുന്നു ചിന്ത. അതുകൊണ്ട് തന്നെ അകത്തെ ഹാളിലെ സെറ്റിയിലിരിക്കുന്നവരെ ദയ കണ്ടിരുന്നില്ല. പക്ഷെ ഹാളിൽ ഇരിക്കുന്നവരുടെ കണ്ണുകൾ ദയയിൽ തന്നെയായിരുന്നു. അവളുടെ ആലോചിച്ചുള്ള വരവ് കണ്ട് അവിടെ ഇരിക്കുന്നവർക്ക് ഏകദേശം കാര്യം പിടികിട്ടിയിരുന്നു. മുകളിലേക്ക് പോയ അവതാരങ്ങളെ കാണാതായപ്പോഴേ എല്ലാവർക്കും ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ഇപ്പൊ ദയയുടെ മുഖത്ത് സങ്കടം കണ്ടപ്പോൾ ഉറപ്പായി അവരവിടെ എന്തോ ഒപ്പിച്ചിട്ടുണ്ടെന്ന്. അച്ചമ്മ ദയയുടെ മുഖത്തേക്ക് അലിവോടെ നോക്കി. മോളെ, അച്ചമ്മ വിളിക്കുന്നത് കേട്ടപ്പോഴാണ് ദയക്ക് ബോധം വന്നത്. സെറ്റിയിലിരിക്കുന്ന അച്ചമ്മയെ കണ്ടപ്പോൾ ദയ ഒരു നിമിഷം അവിടെ തന്നെ നിന്നു. അപ്പച്ചിമാരെ കണ്ടപ്പോഴേ താൻ അകത്തേക്ക് വന്നതുകൊണ്ടും അച്ചമ്മയും അനൂപേട്ടനും ചേച്ചിയൊന്നും വന്ന് താൻ കണ്ടിരുന്നില്ല. ദൈവമേ, അച്ചമ്മയ്ക്ക് എന്തെങ്കിലും തോന്നിക്കാണുവോ? ദയ ഓരോന്ന് ഓർത്തു നിൽക്കെ അച്ചമ്മ ഒന്നുകൂടെ ദയെ വിളിച്ചു. അതോടെ ആയപ്പോൾ ചെറുചിരിയോടെ ദയ അവരുടെ അടുത്തേക്ക് ചെന്നു. ദയ അടുത്ത് വന്നതും അച്ചമ്മ അവളെ അവരുടെ അടുത്തേക്ക് പിടിച്ചിരുത്തി. അപ്പൊ മോൻ എന്തിയാ മോളെ? അച്ചമ്മ ദയയുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. അപ്പച്ചിമാരുമായിട്ട് സംസാരിക്കോ അച്ചമ്മേ? അതിനവരൊന്ന് അമർത്തി മൂളി. അപ്പോഴേക്കും ആരും ലക്ഷ്മിയമ്മയും അവർക്ക് കുടിക്കാനുള്ളത് കൊണ്ടുവന്നിരുന്നു. അവര് ചായയൊക്കെ കുടിച്ചിരുന്നു. അപ്പുവിന്റെ ആക്സിഡന്റ് കാര്യമൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും അപ്പു താഴേക്ക് വന്നിരുന്നു. അയ്യോ, ഞാൻ എന്തായി കാണുന്നത്? എന്റെ മഹാദേവ, എന്റെ കുഞ്ഞിനെ പരീക്ഷിച്ച് മതിയായില്ലേ നിനക്ക്? അപ്പുവിന്റെ അവസ്ഥ കണ്ട് ആ വൃത്തിക്ക് സഹിക്കാനായില്ല. എനിക്കൊന്നുമില്ല അച്ചമ്മേ, അപ്പു അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അല്ല, നിന്റെ അപ്പച്ചിമാരെ അങ്ങോട്ട് വന്നിട്ട് എന്തിയേ? അവളുമാരെന്റെ കുഞ്ഞിനെ എന്തെങ്കിലും പറഞ്ഞോ? പറയും എന്നെനിക്ക് അറിയാം. എന്റെ വയറ്റിൽ തന്നെയാണോ അവളുമാര് പിറന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. ഓ, ഞങ്ങൾ എന്ത് പറഞ്ഞെന്നാ അമ്മ പറയുന്നത്? അല്ലല്ലോ അപ്പുവിന് ഞങ്ങളെ രണ്ടുപേരെയും കണ്ടൂടാ. താഴേക്ക് ഇറങ്ങി വന്നോണ്ട് സരസ്വതി അവരുടെ നേരെ ചീറിക്കൊണ്ട് ചോദിച്ചു. നിന്റെയൊക്കെ സ്വഭാവം എനിക്ക് അറിഞ്ഞൂടെ? അച്ചമ്മ അവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. ആരു? ഉഷാമ്മയെ കാർത്തി കൊണ്ട് വന്നില്ലേ? ഇല്ലേട്ടാ, ഇതുവരെ വന്നില്ല. ഉഷാമ്മ വരുന്നില്ലെന്ന് പറഞ്ഞ് വാശി പിടിക്കുമായിരിക്കും. അതിനൊന്നും മൂളിക്കൊണ്ട് അപ്പു അനൂപിനോട് ആക്സിഡന്റിന്റെ കാര്യത്തെപ്പറ്റി വിശദീകരിച്ചു. അപ്പു വന്ന് അച്ചമ്മയുടെ അടുത്തിരുന്നപ്പോഴേക്കും ദയ ചായക്കപ്പ് കൊണ്ടുവെക്കാനെന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയിരുന്നു. ഉഷമ്മയുടെ കാര്യം പറഞ്ഞു വന്നപ്പോൾ മഹി ഇവിടെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അച്ചമ്മയും ബാക്കിയുള്ളവരും അവനെ കാണാനെ അങ്ങോട്ടേക്ക് ചെന്നു. ഇത്രയും നേരം അകത്തു നിന്ന് വെളിയിലെ ബഹളമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു മഹിയും ശ്യാമും. അച്ചമ്മയും അനൂപും ശരണ്യയും ഒക്കെ മഹിയോടും ശ്യാമിനോടും വളരെ സ്നേഹത്തോടെ തന്നെയായിരുന്നു പെരുമാറിയത്. എന്നാൽ അവിടെ അപ്പച്ചിമാര് അവരുടെ തനി സ്വഭാവം പുറത്തെടുത്തിരുന്നു. ഇനി അവര് നിന്ന് ശരിയാവില്ല എന്ന് തോന്നിയ അച്ചമ്മ രണ്ടുപേരെയും തുറിച്ചൊന്നു നോക്കി. ആ നോട്ടം കണ്ടപ്പോഴേ അവർ മഹിയുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അവരെല്ലാവരും മഹിയുടെ റൂമിലേക്ക് കയറിയതും ആരും ദയും ലക്ഷ്മിയമ്മയും എല്ലാവർക്കും കഴിക്കാനുള്ളത് ഡൈനിങ് ടേബിളിലേക്ക് എടുത്തു വെച്ചിരുന്നു. ഓരോന്നെടുത്ത് വെക്കുമ്പോഴും ലക്ഷ്മിയമ്മയുടെ ആരുവിന്റെയും കണ്ണുകൾ ദയയിൽ തന്നെയായിരുന്നു. എന്തോ കാര്യമായിട്ട് തന്നെ ദയ അവര് രണ്ടുപേരും വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് ആരുവിനും ലക്ഷ്മിയമ്മയ്ക്ക് മനസ്സിലായിരുന്നു. അവരൊക്കെ പോയിട്ട് ദയോട് ചോദിക്കാം എന്നവര് തീരുമാനിച്ചു. ആ ആരു, വല്യച്ഛനും വല്യമ്മയും തൊടിയിലേക്ക് പോയെന്നല്ലേ നീ പറഞ്ഞത്? അതിനാരും ഒന്ന് മൂളി. എന്നാ പോയി അവരെ വിളിച്ചോണ്ട് വാ, ആഹാരം കഴിക്കാം. ലക്ഷ്മിയമ്മ ജഗ്ഗും വെള്ളവും നിറയ്ക്കുന്നതിനിടയിൽ പറഞ്ഞു.
അതിന് ലക്ഷ്മിയമ്മയെ ഒന്ന് തുറിച്ചു നോക്കിയിട്ട് ആര് പുറത്തേക്ക് പോയിരുന്നു. ആര് തൊടിയിൽ പോയി അവരെ വിളിച്ചോണ്ട് വന്നപ്പോഴേക്കും ബാക്കിയുള്ളവർ കഴിക്കാനിരുന്നിരുന്നു. എന്നാൽ നിങ്ങളും ഇരിക്കും. അവരെ കണ്ടതും ലക്ഷ്മിയമ്മ അവരോട് പറഞ്ഞു, അമ്മേ, അപ്പോട്ടനും മഹിയേട്ടനും ആഹാരം കൊടുത്തോ? അവർക്കൊക്കെ ആഹാരം വിളമ്പുന്നതിനിടെ ആര് ലക്ഷ്മിയമ്മയോട് ചോദിച്ചു. ദയമോള് കൊണ്ടുപോയിട്ടുണ്ട് അവർക്ക് കഴിക്കാനുള്ളത്. എന്താണാവോ അപ്പച്ചിമാരും മിണ്ടാതിരിക്കുന്നത്? സാധാരണ അങ്ങനെയല്ലല്ലോ. ആര് രണ്ടപ്പച്ചിമാരെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു. അച്ചമ്മയും ഒന്ന് തങ്ങളുടെ പെൺമക്കളെ നോക്കി. മഹിയുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ തന്നെ അവിടെ വെച്ച് മഹിയെ കുറ്റം പറഞ്ഞതിന് നല്ലതുപോലെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെയാണ് രണ്ടുപേരുടെയും മൗനം. അതിനിടയ്ക്ക് തന്നെ കൃഷ്ണൻ നായരും വാസുദേവനും തൊടിയിൽ തന്നെ നിന്ന് അവരോട് കണ്ണന്റെയും അപ്പൂനെയും ഉണ്ടായ ആക്സിഡന്റിന്റെ കാര്യം പറഞ്ഞിരുന്നു. അല്ലാതെ വീട്ടിൽ തങ്ങളുടെ സഹോദരിമാരുടെ മുന്നിൽ വെച്ച് ഒന്നും പറയാൻ പറ്റില്ലെന്ന് കൃഷ്ണൻ നായർക്ക് അറിയാമായിരുന്നു. അതവരോട് പറഞ്ഞത് കൊണ്ട് തന്നെ കഴിക്കാനിരുന്നപ്പോൾ ആരും അധികമൊന്നും മിണ്ടിയില്ല. കഴിക്കാൻ വന്നിരിക്കുമ്പോഴെങ്കിലും അപ്പൂന്റെ കാര്യവും ഇവിടത്തെ കാര്യമൊക്കെ അറിയാമെന്ന് കരുതിയിരുന്നത് ആരും ഒന്നും തന്നെ പരസ്പരം മിണ്ടിയില്ല. പക്ഷെ എല്ലാം നിമിഷ നേരം കൊണ്ട് തകർന്നു. അമ്മ നേരത്തെ വഴക്ക് പറഞ്ഞപ്പോഴും പറഞ്ഞു, ഇനി ഒരു കാര്യവും തങ്ങളോട് പറയില്ലെന്ന്. അവര് ചുറ്റുമുള്ളവരെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു, ഇനി എങ്ങനെ അറിയും ഇവിടത്തെ കാര്യങ്ങളൊക്കെ? അവര് നിരാശയോടെ തന്റെ അനിയത്തി സരോജിനിയെ നോക്കി. അവിടെയും സരസ്വതിയുടെ അവസ്ഥ തന്നെയായിരുന്നു സരോജിനിയുടേത്. ആരും അക്കുമോനെ ശരണ്യയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചിരുന്നു അവർക്ക് ചോറ് കഴിക്കാൻ വേണ്ടി. ആരു കുഞ്ഞിന് ചോറ് കൊടുത്തോണ്ട് പുറത്തു നിന്നപ്പോഴാണ് മുറ്റത്ത് കാർത്തിയേട്ടന്റെ കാറ് വന്ന് നിൽക്കുന്നത്. ആരു വേഗത്തിൽ കാറിന്റെ അടുത്തേക്ക് നടന്നു. ആ അമ്മയുടെ മനസ്സ് മകനെയോർത്ത് തകർന്നിരിക്കുമായിരിക്കും. ആരുവിനെ കണ്ടതും ഉഷാമ്മ കാറിന്റെ ഡോർ തുറന്ന് അവളുടെ അടുത്തേക്ക് വന്നു. എന്താ മോളെ എന്റെ മോന് പറ്റിയത്? ആരുവിന്റെ കൈയെ പിടിച്ചോണ്ട് ആ അമ്മ ചോദിച്ചു. ഭർത്താവ് മരിച്ചപ്പോൾ തനിക്ക് കൂട്ടായിരുന്ന തന്റെ മകൻ, അവനുള്ളത് കൊണ്ടാണ് മരണത്തെക്കുറിച്ച് പോലും ചിന്തിക്കാതിരുന്നത്. തന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം വീട്ടിലെ എല്ലാവരും തന്നെ ഉപേക്ഷിച്ചപ്പോഴും താൻ അവന് വേണ്ടിയാണ് ജീവിക്കുന്നത് തന്നെ. ആ മകനാണ് ഇപ്പോൾ ആക്സിഡന്റ് പറ്റി മറ്റൊരു വീട്ടിൽ കിടക്കുന്നത്. മഹിയേട്ടന് കുഴപ്പമൊന്നുമില്ലമ്മേ. അവരുടെ മനസ്സ് മനസ്സിലായതുപോലെ അവൾ അവരെ ചേർത്ത് പിടിച്ചു. ഞാൻ പറഞ്ഞത് ആരും അവന് കുഴപ്പമൊന്നുമില്ലെന്ന് അമ്മ കേൾക്കണ്ടേ? കാർത്തി അവരുടെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് ഉഷമ്മയെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. കാർത്തിയെ കണ്ടതും അക്കുക്കുട്ടൻ ചെറുതായി ചിണുങ്ങാൻ തുടങ്ങി. ദാ അക്കുക്കുട്ടൻ കാർത്തിയേട്ടനെ കണ്ട് കരയാൻ തുടങ്ങി. വാ, നമുക്ക് അകത്തേക്ക് പോയി അവന്റെ അമ്മയുടെ കയ്യിൽ കൊടുക്കാം ഇവനെ. കയ്യിലിരിക്കുന്ന അക്കുമോന്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തോണ്ട് ആരും അവരോട് പറഞ്ഞോണ്ട് അകത്തേക്ക് കയറി. അകത്തേക്ക് ചെന്നപ്പോഴേക്കും അവിടെ എല്ലാവരും കഴിച്ചെഴുന്നേറ്റിരുന്നു. അച്ചമ്മയൊക്കെ റൂമിലേക്ക് പോയിട്ടുണ്ട്. വല്യമ്മയും വല്യച്ഛനും യാത്രാക്ഷീണം കൊണ്ട് അപ്പൂവിനെയും മഹിയെയും കണ്ടിട്ട് റെസ്റ്റ് എടുക്കാൻ കൃഷ്ണൻ നായരുടെ റൂമിലേക്ക് പോയിട്ടുണ്ട്. ഓ, ഇവരൊന്നും തിരിച്ചു പോകുന്നില്ലേ? അനൂപേട്ടനും ചേച്ചിയോ അച്ചമ്മയും വല്യമ്മയും വല്യച്ഛനും മാത്രമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതങ്ങനെയല്ലല്ലോ. വന്നപ്പോ മാനങ്ങളെ കൂടെ കൊണ്ടല്ലേ വന്നേക്കുന്നേ. ആരും ചുറ്റും നോക്കിക്കൊണ്ട് പെറുപെടുത്തു. നീ എന്താ ആരും ഒറ്റയ്ക്കെന്ന് പെറുപെറുക്കുന്നേ? ലക്ഷ്മിയമ്മ ആരുവിന്റെ അടുത്തേക്ക് വന്നോണ്ട് ചോദിച്ചു. ഒറ്റയ്ക്കോ? താനോ? അപ്പൊ ഉഷാമ്മയും കാർത്തിയേട്ടനുമോ? ആരും ചുറ്റും നോക്കി. അവിടെയെങ്ങും ആരുമില്ല. നീ പിന്നെ സ്വപ്നം കാണുക. വന്ന് വല്ലത് കഴിക്കാൻ നോക്ക് പെണ്ണെ. അതും പറഞ്ഞ് ലക്ഷ്മിയമ്മ മാഹി കിടക്കുന്ന റൂമിലേക്ക് നടന്നു. ആരും ചുറ്റും ഒന്ന് നോക്കിയിട്ട് ലക്ഷ്മിയമ്മയുടെ പിറകെ മാഹി കിടക്കുന്ന റൂമിലേക്ക് നടന്നു. റൂമിലേക്ക് കയറിയപ്പോഴേ കേട്ടു ഉഷാമ്മ സങ്കടത്തോടെ മഹിയേട്ടനോട് എന്തൊക്കെയോ പരിഭവം പറയുന്നത്. ആളെല്ലാം ചിരിയോടെ കേൾക്കുന്നുണ്ട്. ആരും ചുറ്റും ഒന്ന് നോക്കി. അപ്പൊ കണ്ടു അപ്പുവേട്ടന് ആഹാരം വിളമ്പി കൊടുക്കുന്ന ദേ തൊട്ടപ്പുറത്ത് തന്നെ മാമയും ഇരിപ്പുണ്ട്. അച്ഛനെ മാത്രം കാണാനില്ല. മിക്കവാറും അപ്പച്ചിമാരെ കാണാൻ പോയതായിരിക്കും. എങ്കിൽ അവരുടെ കാര്യം തീരുമാനമായി. ആര് ചെറു ചിരിയോടെ ഓർത്തു. ആരും മഹിയെ ശ്രദ്ധിച്ചില്ലേലും മഹി ആരുവിന്റെ ഓരോ ചൂടും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. താനത് അർഹിക്കുന്നുണ്ട്. അവളുടെ ഓരോ അവഗണനയും താൻ അർഹനാണ്. അവഗണിച്ചോട്ടെ, പിണങ്ങി നടന്നോട്ടെ. പക്ഷെ എല്ലാത്തിനും അവസാനം നീ എന്റേത് തന്നെ ആകണം. അല്ലെങ്കിൽ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാകില്ല ആരും. അത് തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. മഹി ആരുവിനെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു. ആരും, നീയും ദയം കൂടെ പോയി ശ്യാമിനും കാർത്തിക്കും ആഹാരം എടുത്തു കൊടുത്ത് നിങ്ങളും കഴിക്കേ. ഞാനും ഉഷയും പിന്നീട് ഇരുന്നോളാം. ലക്ഷ്മിയമ്മയുടെ സൗണ്ട് കേട്ടപ്പോഴാണ് ആരു ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ദയയുടെ അവസ്ഥ മറിച്ചല്ലായിരുന്നു. അപ്പുവിന്റെ അടുത്ത് അവനോട് ചേർന്ന് നിന്ന് അവന്റെ കുസൃതികൾ ഓരോന്നും ആസ്വദിച്ചു നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ലക്ഷ്മിയമ്മ പറഞ്ഞതൊന്നും ദയം കേട്ടില്ല. ദയയുടെ അച്ഛൻ അവരുടെ അടുത്തുനിന്ന് പോയതൊന്നും അവർ രണ്ടുപേരും അറിഞ്ഞിട്ടുകൂടെയില്ല. സത്യം പറഞ്ഞ ലക്ഷ്മിയമ്മയുടെ സൗണ്ടാണ് അവരെയും ബോധത്തിലേക്ക് കൊണ്ടുവന്നത്. ദയ ചമ്മയെ ചിരിയോടെ അപ്പുവിനെ നോക്കി. അപ്പു അവളെ നോക്കി രണ്ട് കണ്ണും ചിമ്മിക്കാട്ടി. താൻ പറഞ്ഞിട്ടും രണ്ടുപേരും നിന്നടുത്ത് നിന്ന് അനങ്ങാതെ വന്നതും ലക്ഷ്മിയമ്മ രണ്ടുപേരെയും ഒന്ന് നോക്കി. ആരുവാണെങ്കിൽ പിന്നെ എന്തോ ചിന്തിച്ചു നിൽക്കുവാണ്. ദയ നോക്കിയപ്പോ അപ്പുവും ദയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുവാണ്. അത് കണ്ടതും അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. ഈ പിള്ളേരുടെ ഒരു കാര്യം മനസ്സിൽ പറഞ്ഞ് ചിരിച്ചോണ്ട് ആരുവിന്റെ അടുത്തേക്ക് വന്ന് അവരുടെ തോളിലൊന്ന് കൊടുത്തു. ഒരടി കിട്ടിയതും ആരു പിന്നെയും ബോധത്തിലേക്ക് വന്നു.
എന്തിനാ എന്നെ അടിച്ചതമ്മേ? ആര് ചുണ്ടു കുറിപ്പിച്ചോണ്ട് ലക്ഷ്മിയമ്മയോട് ചോദിച്ചു. ആ, അടിച്ചത് എന്തിനാണെന്ന് അമ്മ മോൾക്ക് പറഞ്ഞു തരാം. ഇപ്പൊ വാ എന്റെ കൂടെ. അതും പറഞ്ഞ് ലക്ഷ്മിയമ്മ ആരുവിന്റെ കൈ പിടിച്ചോണ്ട് റൂമിന്റെ വെളിയിലേക്ക് ഇറങ്ങി. അവര് രണ്ടുപേരുടെയും സംസാരം കേട്ട് ദയ അപ്പോൾ നിന്ന് നോട്ടം മാറ്റി ആരുവിനെയും ലക്ഷ്മിയമ്മയെ നോക്കി. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ ആരുവിന്റെ കൈ പിടിച്ചോണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. എന്റെ മഹാദേവ, അപ്പച്ചി എന്നെ വിളിച്ചില്ലായിരുന്നു. ഞാനൊന്ന് വിളി കേട്ടതുപോലുമില്ല. അപ്പച്ചിക്ക് എന്തു തോന്നിക്കാണുവോ എന്തോ. ദയ അപ്പു കഴിച്ചു കഴിഞ്ഞ പാത്രം എടുത്തോണ്ട് ചെറിയൊരു ടെൻഷനോടെ ലക്ഷ്മിയമ്മയുടെ ആരുവിന്റെയും പിറകെ പോയി. ദയ ഒന്നും മിണ്ടാതെ പോകുന്നത് കണ്ട് അവള് പോകുന്ന വഴിയെ നോക്കിയിട്ട് അപ്പു ചുറ്റും ഒന്ന് കണ്ണോടിച്ചപ്പോ തന്നെ നോക്കിയിരിപ്പുണ്ട് മൂന്നിന്റെയും മുഖത്ത് ഒരു കള്ളച്ചിരിയുണ്ട്. അപ്പു ഒരു വളിച്ച ചിരി അവന്മാർക്കും കൊടുത്തു. ഉഷാമ പോയോ? അതുപോലും താൻ അറിഞ്ഞില്ലേ? അതോർത്തപ്പോൾ തന്നെ അപ്പുവിന്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. അപ്പുവിന്റെ മനസ്സ് നിറഞ്ഞൊരു ചിരി കണ്ട് മയയ്ക്ക് മനസ്സ് നിറഞ്ഞു. കാരണം ലയ മരിച്ചത് പിന്നെ ഇങ്ങനെ ചിരിക്കുന്നതും സന്തോഷത്തോടെ സംസാരിക്കുന്നതും ഒക്കെ അവനിൽ നിന്ന് അന്യമായിരുന്നു. ദയ അവന്റെ ജീവിതത്തിൽ വന്നതോടെ അവൻ തന്റെ പഴയ അപ്പുവായി മാറിയിരിക്കുന്നു. മഹിയും അപ്പുവിന്റെ ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കി മനസ്സറിഞ്ഞു ചിരിച്ചു. മറിച്ചല്ലായിരുന്നു ശ്യാമിന്റെയും കാർത്തിയുടെയും മനസ്സിലും. അവരും അപ്പുവിന്റെ ചിരിയിൽ പങ്കുചേർന്നു.